അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയാണ്. ഇതാ ഇവിടെ ആണ് 112ാമത് ചെറുകോൽപ്പുഴ ഹിന്ദു മത പരിഷത്ത് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി സമാധി ശതാബ്ദി സ്മാരക പരിഷത്ത് എന്നറിയപ്പെടുന്ന ഹിന്ദുമത പരിഷത്തിൻ്റെ സമ്മേളന നഗരിയും സമ്മേളന വേദിയുമാണ് ഈ കാണുന്നത്. 112 വർഷമായി തുടർച്ചയായി ഇടതടവില്ലാതെ എല്ലാ വർഷവും ഇതേ ഫെബ്രുവരി മാസങ്ങളിൽ നടന്നു വരുന്ന ഏറ്റവും വലിയ ഹിന്ദു മഹാസമ്മേളന വേദി ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൻ്റെ പ്രചരണ വിഭാഗം തയ്യാർ ചെയ്യുന്ന പരിഷത്ത് പത്രിക പരിഷത്ത് കാര്യാലയത്തിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ആയതും എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓരോ ദിവസവും പ്രസിദ്ധീകരിക്കുന്ന പരിഷത്ത് പത്രികയിൽ പുരാണ പ്രശ്നോത്തരി മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. പരിഷത്ത് പത്രികയോടൊപ്പം ലഭിക്കുന്ന കൂപ്പണിൽ ശരിയുത്തരം രേഖപ്പെടുത്തി ബോക്സിൽ നിക്ഷേപിച്ചാൽ നറുക്കിട്ടെടുക്കുന്ന ഒരു വിജയിക്ക് സമ്മാനം നൽകുന്നതാണ്. വേദിയിൽ 10,000 പേർക്ക് ഇരിക്കാവുന്ന ഇരിപ്പിടമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത്ര വിശാലമായ മണൽപ്പരപ്പിൽ ഇത്ര വിശാലമായ സൗകര്യം ഒരുക്കിയിരിക്കുന്ന സംഘാടകർക്ക് അഭിനന്ദനം അറിയിക്കട്ടെ. അതുപോലെ സ്റ്റാളുകൾ പല വിധത്തിലുള്ള വെളിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്നലത്തെ വ്ളോഗിൽ വീഡിയോ കാണാത്തവർ കാണുക. വിവിധതരം സ്റ്റാളുകൾ അതെല്ലാ കൊല്ലങ്ങളിലാണ്. വിരിച്ചിട്ട പരവതാനിയിൽ കൂടെ മുന്നോട്ട് നടന്ന് സീറ്റുകൾ നമുക്ക് ഇരിപ്പിടം ആകാം. മുന്നിൽ നിന്ന് വേദിയിലേക്ക് എത്താനുള്ള അതായത് പ്രഭാഷകരും അതുപോലുള്ള വിശിഷ്ടാദികളും വരാനായിട്ട് വേറെ പ്രത്യേകം വഴിയുണ്ട്. ഇതിന് ചുറ്റോട് ചുറ്റും വേലി കെട്ടി ഭദ്രമാക്കിയിരിക്കുന്നു. പാസുകളൊന്നുമില്ല. എല്ലാവർക്കും ഇരിപ്പിടം ഫ്രീ ആണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് സമ്മേളന നഗരിയിൽ വന്ന് പ്രഭാഷണങ്ങൾ കേട്ട് പോകാം. ആത്മീയതയിലൂന്നിയ പ്രഭാഷണങ്ങളായിരിക്കും. മാലിന്യങ്ങളും പ്ലാസ്റ്റിക് വസ്തുക്കളും മണൽപ്പരപ്പിലേക്കോ നദിയിലേക്കോ വലിച്ചെറിയാതെ അവയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച് സൂക്ഷിക്കണമെന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ വൈകുന്നേരങ്ങളിലെ പ്രഭാഷണങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. മുഖ്യ പ്രഭാഷകർ അപ്പോഴായിരിക്കും ഉണ്ടാകുക. ഉച്ചതിരിഞ്ഞ് രാവിലെ തൊട്ട് ഭജനകളും മറ്റ് പരിപാടികളും. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്തുള്ള ചെറുകോൽപ്പുഴയിൽ പമ്പാ നദീതീരത്ത് 1912 മുതൽ എല്ലാ വർഷവും ഫെബ്രുവരിയിൽ ക്രമമായി നടന്നുവരുന്ന ഹിന്ദുമത കൺവെൻഷൻ ആണ് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് എന്നറിയപ്പെടുന്നു. ചട്ടമ്പി സ്വാമിയുടെ അനുയായിയായ സ്വാമി തീർത്ഥപാദ പരമഹംസജിയാണ് ഈ കൺവെൻഷന് തുടക്കം കുറിച്ചത്. പൂജനീയ ചിദാനന്ദപുരി സ്വാമികളുടെ പ്രഭാഷണം കേൾക്കാം നമുക്ക്. സ്വാമിജിയുടെ പ്രഭാഷണത്തിന് തൊട്ടു മുമ്പ് ഇവിടെ ഒരു ഭക്തിപൂർവ്വമുള്ള ഭജന സംഘം പാട്ട് പാടുന്നുണ്ട്. നല്ല ഭജന ഗീതങ്ങളാണ്. ദ്വൈത മന്ത്രത്തിലുള്ള ലോകം തന്നെ കീഴടക്കിയ ആദിശങ്കരൻ ശങ്കരാചാര്യ സ്വാമികളുടെ ഛായാചിത്രം ഉൾപ്പെടെ ശ്രീനാരായണ ഗുരുദേവൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ ഛായാചിത്രങ്ങളൊക്കെ വേദിയിൽ ഉണ്ട്. ഇപ്പോൾ ഇരിപ്പിടങ്ങളിൽ വളരെ കുറേ ആൾക്കാരെ കാണുന്നുണ്ടെങ്കിലും ധാരാളം പേർ ഇപ്പോൾ സ്വാമിജിയുടെ പ്രഭാഷണം ആരംഭിക്കുന്നതോടെ വന്നു ചേരുകയായി. ഇതാ സ്വാമിജി എത്തിച്ചേർന്നു. സ്വാമിജിയെയും വിശിഷ്ട അതിഥികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷണം ശ്രമിക്കുന്നതിനായി എല്ലാ സജ്ജനങ്ങളെയും വിദ്യാധിരാജ നഗറിലേക്ക് ഭക്തിപുരസരം സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ രാമരാജ്യം എന്ന വിഷയത്തിൽ ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നത് കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ശ്രീമത് ഹിന്ദുമത പരിഷത്തില് വൈകിട്ടത്തെ പ്രഭാഷണം നടത്താൻ ചിദാനന്ദപുരി മഹാരാജ് സ്വാമികൾ എത്തിയിട്ടുണ്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഹിന്ദുമണ്ഡലത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളെ സഹായിക്കുന്ന സജ്ജനങ്ങൾ, അവരുടെ നല്ല രീതിയിലുള്ള സാന്നിധ്യമുണ്ട്. വന്ദേ ഗുരു പരമ്പര. ഇവിടെ ഒരു വിഷയം വെച്ചിട്ടുള്ളത് രാമരാജ്യം എന്നാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഇപ്പൊ നിൽക്കുമ്പോഴും അറിയില്ല. അല്പമാത്രം പറയാം. എന്തെങ്കിലും ഏകപക്ഷീയമായ പ്രഭാഷണങ്ങളെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ.
അതുകൊണ്ട് എവിടെ ചെന്നാലും സംശയ നിവാരണത്തിനാണ് പ്രാധാന്യം കൊടുക്കാറ്. ചോദ്യോത്തരങ്ങൾക്ക് എന്ത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ സമൂഹം അതിനനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അല്ലാതെ രാമരാജ്യം സൃഷ്ടിക്കാൻ ഒരാൾ ഇറങ്ങി വരുമൊന്നുമില്ല. രാമൻ വന്നു കഴിഞ്ഞു. ഇനി രാമൻ വന്നാലും രാമൻ എന്നുള്ള പേരിലാവില്ല, വേറെ പേരിലാവും. രാമൻ രണ്ടാമത് വന്നപ്പോൾ കൃഷ്ണൻ എന്ന് പേരിട്ടിട്ടാണ് വന്നേ, അല്ലാതെ രാമൻ എന്നുള്ള പേരിലല്ല. അത് പ്രത്യേകം ഓർമ്മിക്കണേ. ഒരു രാഷ്ട്രീയ വ്യക്തമാണല്ലോ. ആർക്കെങ്കിലും ഭക്തന്മാർക്ക് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാട്ടുവാ. രാമൻ വീണ്ടും വന്ന പേര് രാമൻ ആവില്ല. രസകരമായൊരു ശ്ലോകമുണ്ട്. ശ്ലോകം തോന്നില്ല കേട്ടോ, ഇവിടെ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം. ആശയതാണ് ഈ ശ്രീകൃഷ്ണ കർണാമൃതത്തിലാണ് യശോദാദേവി കൃഷ്ണനെ താരാട്ടുപാടി ഉറക്കുക. താരാട്ടുപാടി ഉറക്കുക. ഈ താരാട്ടുപാട്ടുകളൊക്കെ ഉറക്കുപാട്ടുകളാണോ അല്ല ഉണർത്തുപാട്ടുകളാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉറക്കുപാട്ടുകളൊക്കെ ഉണർത്തുപാട്ടുകളാണ്. ഉണർത്തുപാട്ടുകളായ ഉറക്കുപാട്ടുകളെ നിലനിന്നിട്ടുള്ളൂ. ഇത് പറയുമ്പോൾ നമ്മൾ നമസ്കരിച്ചുകൊണ്ട് പരാമർശിക്കേണ്ടുന്ന ഒരു മഹാപുരുഷൻ ചട്ടമ്പി സ്വാമി തിരുവടികളാകട്ടോ. ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണവും അതും ഇതുമൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ വളരെ ഹൃദ്യസുന്ദരമായിട്ടുള്ള പിള്ളത്താലോലിപ്പ് ഉറക്കുപാട്ടാണ്. ആരെങ്കിലും നല്ല ഗായകര് നല്ല സംഗീത സംവിധാനം ചെയ്ത് അതൊന്ന് പാടി യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്ത് അതിനൊരു പ്രചരണം കൊടുത്ത് നാളെയിലെ നമ്മുടെ അമ്മമാര് കുട്ടികളെ പാടാൻ അതിൻ്റെ ഒരു വരിയെങ്കിലും ഒരു ഈരടിയെങ്കിലും ഉപയോഗിച്ച എത്രയോ ധന്യമാകുന്ന ഒരു അഭിപ്രായം ഈ വേദി പറയുക. ചിദാനന്ദ സ്വാമിക്ക് കഴിയില്ല, ഞാൻ പാടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇവിടുന്ന് ഓടിയിട്ടുണ്ടല്ലോ. ഇവിടുന്ന് ഓടാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, പരന്ന സ്ഥലം. പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ വീതി കുറഞ്ഞ വഴിയാണ്, അപകടം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. പാടാൻ കഴിവുള്ളവർ പാടിയാൽ എന്തൊരു ഹൃദയസുന്ദരമാത് പിള്ളത്താലോലിപ്പ്. ചട്ടമ്പി സ്വാമികളുടെ നല്ലൊരു ഗായിക അത് പാടി ഭാവം ഉൾക്കൊണ്ട് പാടി റെക്കോർഡ് ചെയ്ത് അതൊന്ന് പ്രചരിപ്പിക്കണം. നമുക്ക് അടുത്ത കൊല്ലം ആവുമ്പോഴത്തേക്ക് ഒരു 10 ലക്ഷം പേരിലേക്കെങ്കിലും അത് എത്തിച്ച വലിയൊരു കാര്യം. ഒരഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ഇരിക്കട്ടെ. അപ്പൊ യശോദ അതുപോലെ ഈ പിള്ളത്താലോലിപ്പ കഥ പറയുക. അപ്പൊ കഥ പറഞ്ഞപ്പോ യശോദാദേവി പറഞ്ഞു, പണ്ട് അയോധ്യ എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു, രാജ്യ തലസ്ഥാനം സാകേതപുരിയുടെ. അവിടെ ദശരഥൻ ഭരിച്ചു. ദശരഥന്റെ പുത്രനായിരുന്നു രാമൻ. അപ്പൊ കൃഷ്ണൻ കഥ കേട്ടിട്ട് മൂളി. അപ്പൊ പറഞ്ഞു, അങ്ങനെ രാമൻ വളർന്ന് സീതാദേവിയെ വിവാഹം ചെയ്തു. അപ്പോഴും മൂളി കൃഷ്ണൻ. അച്ഛന്റെ വാക്യത്തെ സത്യപ്പെടുത്താൻ രാമൻ സീതയോടുകൂടെ കാട്ടിലേക്ക് പോയി. ലക്ഷ്മണനുണ്ടായിരുന്ന കൂടെ. അപ്പോഴും മൂളി കൃഷ്ണൻ. കാട്ടിൽ വെച്ച് രാവണൻ സീതയെ അപഹരിച്ചു എന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ ഒറ്റ ചാട്ടത്തിന് പറയും, എടുക്ക് ലക്ഷ്മണാവില്ല. ഇങ്ങനെ പറഞ്ഞ കൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് വില്ലമംഗല സ്വാമിയാര് ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ സുമനോഹരമായി എന്തൊരു ഭാവനയാ നോക്കൂ. അതാ പറഞ്ഞേ, രാമൻ വീണ്ടും വന്ന പേര് രാമൻ ആവില്ല. പ്രചരണ വിഭാഗം തയ്യാറാക്കിയിരിക്കുന്ന പരിഷത്ത് പത്രികകൾ സജ്ജനങ്ങൾക്ക് വാങ്ങുവാനുള്ള അവസരമുണ്ട്. ആയത് എല്ലാവരും പ്രയോജനപ്പെടുത്തണം. വേദി വിട്ടിറങ്ങി വന്ന ശ്രീ ചിദാനന്ദപുരി സ്വാമികളുടെ അനുഗ്രഹവും ആശ്ലേഷവും ലഭിക്കാനുള്ള ഭാഗ്യം എനിക്കുമുണ്ടായി. ഹിന്ദു മഹാമണ്ഡലം പ്രസിഡന്റായിട്ട് എത്ര നാളായി? എനിക്ക് 14 വർഷം. 14 വർഷം. ചെറുകോൽപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര വർഷമായി? എൻ്റെ ചെറുപ്പകാലം മുതൽ, പഠിക്കുന്ന കാലം മുതൽ ഇവിടെ വരുന്നതാണ്. അതെ അതെ. അപ്പോൾ ഇവിടെ വീട് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ മാറി. അതെ. ഉപേന്ദ്രനാഥക്കുറുപ്പ് സാറുമായിട്ട് സാറ് എൻ്റെ ഫാദറിൻ്റെ ക്ലാസ്മേറ്റ് ആണ്. 1, 2 സാറിൻ്റെ വീടിനുമായിട്ട് തൊട്ടടുത്ത വീടാണ് എൻ്റെ വീട്. ശരി. അപ്പം അദ്ദേഹം അന്നത്തെ കാലത്തെ ഇവിടുത്തെ ഒരു പ്രതാപശാലി. അതെ. അപ്പോൾ അദ്ദേഹമായിട്ട് ചെറിയ ചങ്ങാത്തം ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചു. അതെ. അദ്ദേഹം തന്നെ നിയോഗിച്ചു എന്നെ ഇവിടേക്ക് പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞ് വൈസ് പ്രസിഡന്റ് ആക്കി.
പിന്നെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് ഇവിടെ ഹിന്ദുമത സമ്മേളനത്തിന് വരാറുണ്ട്. തിരുവല്ലയിൽ നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ തിരുവല്ല എൻ്റെ സ്വദേശം. അപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ധാരാളം ബസ് സർവീസുകളും ഒക്കെ ഇങ്ങനെ ട്രാൻസ്പോർട്ടാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി പബ്ലിസിറ്റി നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ ആവശ്യാനുസരണം ബസ് വേണേൽ വരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. KSRTC അവർ ഡെപ്പോ തുറന്നിട്ടുണ്ട് ഇവിടെ. നമ്മുടെ ഇന്നത്തെ ഇതിൽ എല്ലാവർക്കും വാഹനമുണ്ട്. അതാണൊരു. അപ്പോൾ അവരെല്ലാം വാഹനങ്ങളിലാണ് വരുന്നത്. അപ്പോൾ അവർക്ക് തന്നെ അത് ചിലപ്പം സർവീസ് മുതലാകും. ഈ സർവീസ് ആവശ്യമില്ല. നമ്മുടെ ആൾക്കാർക്ക്, ഈ ഭക്തർക്ക് ഈ സർവീസ് ആവശ്യമില്ല. പിന്നെ റെപ്രസെന്റ് ചെയ്യാത്ത ചില മേഖലകളുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ബസ്സുണ്ട്. നമുക്ക് ബസ് എങ്ങോട്ട് വേണേൽ വിടാനായിട്ട് സൗകര്യമുണ്ട്. ഈ വരുന്ന ഓരോ അംഗങ്ങളും ഇതിന്റെ പ്രവർത്തകരാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ മുതൽ ഇതിന്റെ 4 ഇരട്ടി പന്തലിട്ടാലും പോരാതെ. അതിന് ഞങ്ങൾ സജ്ജരാണ്. സമൂഹം കൂടെ അതിനെ താല്പര്യം എടുക്കണം. നമ്മളിപ്പോൾ ഇതിനു വേണ്ടി വലിയ പ്രചാരമാണ് കൊടുത്തത്. സ്വാമിജി പറഞ്ഞല്ലോ, ചരിത്രത്തിൽ ആദ്യമാണ് ഏതാണ്ട് 40ഓളം ഹോർഡിങ്ങുകൾ നമ്മുടെ പ്രദേശം വിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. മീഡിയ കണ്ടല്ലോ, ഏതാണ്ട് മുൻ പേജിൽ തന്നെ ഫോട്ടോകൾ വരുന്നു. എല്ലാ വർഷവും കൊടുക്കാറുള്ള. അതുപോലെ തന്നെ ദേശീയ വാർത്താ മാധ്യമങ്ങളെ ദേശീയ പേജുകളിലാണ് ഏതാണ്ട് 3/4 പേരൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അത് ഇത് വളരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അല്ല, വളരാതിരുന്നിട്ടില്ല, വളർന്നു തന്നെ നിൽക്കുന്നു. വളരുക എന്ന് പറയുമ്പോൾ പണ്ടുള്ളതിൽ നിന്ന് കൂടുതൽ പങ്കെടുക്കുന്നു. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പം സ്വാമിജി പറഞ്ഞ പോലെ നവമാധ്യമങ്ങൾ വന്നു. അവർക്ക് വീട്ടിലിരുന്നാലും ഇത് കാണാനൊരു സൗകര്യം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള. പിന്നെ ഞാൻ വേറൊരു കാര്യം നോട്ട് ചെയ്ത ഒരു കാര്യം സംശയമായിട്ട് ചോദിക്കുകയാണ്. അതായത് ഇതിനകത്ത് കണ്ടിരുന്ന ഈ പരിപാടികളിൽ ഈ ബാലന്മാർക്കായിട്ടുള്ള ഒരു പരിപാടി വെച്ചിരിക്കുന്നു ബുധനാഴ്ച. ഒരു ബുധനാഴ്ചയല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഈ ബുധനാഴ്ച മറ്റ് സ്കൂളുകളിലും ഒക്കെ അതിന്റെ പബ്ലിസിറ്റി പോയിട്ട് അവിടുന്ന് കുട്ടികളെ ഇവിടെ കൊണ്ടുവരാൻ 100ഓളം സ്കൂളുകളിൽ ഇതിന്റെ നോട്ടീസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല പങ്കാളിത്തം ഉണ്ടാകും, വരും. അപ്പം അന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അത് ഞാനിങ്ങനെ ഓർത്തു, അന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇവരെങ്ങനെ അതിനെ സ്വീകരിക്കുമെന്നുള്ളത്. സ്കൂള് പ്രൊവിഷനുണ്ട്. കഥകളിയാണെങ്കിലും ഞാൻ കഥകളി രക്ഷാധികാരി കൂടിയാണ്. അതറിഞ്ഞതിൽ വളരെ സന്തോഷം. കഥകളുടെ ഇതില് ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സിന് കൊടുക്കും. അവർക്ക് കൂടുതൽ സ്കൂളുകളിൽ നമ്മളിപ്പോ ഇതിന്റെ ബ്രാഞ്ചസ് തുടങ്ങിയിട്ടുണ്ട്. അതായത് അവർ ക്ലാസ് അവിടെ കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു, അത് അപ്രീഷിയേബിൾ ആണ്. മതപാഠശാല ബാലഗോകുലം ഈ കുട്ടികൾ 22,500 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു സമ്മാനദാനമൊക്കെ ഞായറാഴ്ച കൊടുക്കുന്നുണ്ട് രാവിലെ. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് പണ്ടൊക്കെ ഉണ്ടായിരുന്ന മതപാഠശാലകളൊക്കെ ഏതാണ്ട് നിന്നുപോയെങ്കിലും ഇതുപോലുള്ള ഹിന്ദു മഹാമണ്ഡലം പോലുള്ള സംഘടനകൾ വഴി അത് പരിപാടികൾ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ പ്രദേശങ്ങളിൽ ഒരുപാട് മതപാഠശാലകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. വീണ്ടെടുത്ത് കൊണ്ടുവരണം. പിന്നെ ഇപ്പം അയോധ്യയിലെ രാമക്ഷേത്രത്തിനോട് കൂടുതലൊരു ഉണർവ്, ഉത്തേജനം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് മുതലെടുത്തുകൊണ്ട് ബാല്യം അല്ലെ കുട്ടികളിലേക്ക് കൂടി അതിൻ്റെ കുറച്ച് സ്ഫുരണങ്ങൾ മാതാപിതാക്കളും അല്ലെങ്കിൽ അധ്യാപകരും അവരൊക്കെയാണ് അതിന് കൂടുതൽ പരിശ്രമിക്കുന്നത്. അധ്യാപകര് ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിലിരുന്നു കൊണ്ട് അങ്ങനെ അങ്ങോട്ട് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ വരുന്ന മാതാപിതാക്കളെ ഉപദേശിച്ച് അതിൽ കൂടി ആ കുഞ്ഞുങ്ങളെ നേരായ വഴി കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നു. അതായത് കുട്ടികളുടെ മനസ്സ് മനനം അവർ തന്നെ മനനം ചെയ്യത്തക്ക രീതിയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരണം. അത് മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറിയാൽ ഇതെല്ലാം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അതിന് ഇതുപോലുള്ള മഹാപ്രസ്ഥാനങ്ങൾ ഞങ്ങൾ അവരെ ഏറ്റെടുക്കാൻ സജ്ജരാ. തീർച്ചയായും ഞങ്ങളുണ്ടാകട്ടെ. താങ്ക് യു. ശ്രമങ്ങൾ. നന്ദി. ഇദ്ദേഹത്തിൻ്റെ പേര് ജയപ്രകാശ്. താങ്ക് യു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജനറേറ്റർ സൗകര്യവും അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംവിധാനവും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അന്നദാനത്തിന് പ്രത്യേക ഒരു ഹോള് തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലുമൊക്കെ ഭക്ഷണം ഇവിടെ ലഭ്യമാണ്. ഇവിടെ കാണുന്നത് ഈ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങളാണ്. ഇപ്പോൾ ഈ 24 hours ഇവിടെ സജ്ജമാണ് ഈ വാഹനങ്ങൾ. അപ്പം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത നല്ല വ്ളോഗുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. വീണ്ടും കാണാം.